നമസ്കാരം. നമസ്കാരം, നമസ്കാരം. ഭരണം കിട്ടുമെന്നുള്ള ഒരു അവസ്ഥയിലേക്ക് യുഡിഎഫ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ ആ. അവസ്ഥയില് മെയ് 4-ന് മുമ്പ് തന്നെ യുഡിഎഫിന് അധികാരം കിട്ടുമെന്നുള്ള കൃത്യമായ കണക്കൂട്ടൽ പുറത്തു വന്നതോടുകൂടിയിട്ട് ഈ നേതാക്കന്മാർ തമ്മിൽ വലിയ അടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരുന്നു എന്നുള്ള വാർത്തകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ആ. അതായത് വി.ഡി. സതീശൻ, രമേശ് ചെന്നിത്തല, പിന്നെ ഇപ്പൊ വേണുഗോപാലും കൂടെ രംഗപ്രവേശം ചെയ്തിരിക്കുകയാണ്. അതിന് അടിസ്ഥാനപരമായിട്ട് കെ സുധാകരന്റെ ഒരു FB പോസ്റ്റ് വന്നതാണ് ഇത് ആളിക്കത്താൻ കാരണം. ഇതിനെക്കുറിച്ച് അങ്ങയുടെ നിരീക്ഷണം എന്താണ്? അല്ല, ഇതില് ഒരു ഒരു വളരെ സുപ്രധാനമായിരിക്കുന്ന ഒരു വിഷയം എന്താ പറഞ്ഞാൽ കോൺഗ്രസ് എന്നും പ്രശ്നബഹിതമായിരുന്നു. അത് ഇന്നും ഇന്നലെയൊന്നുമല്ല. കോൺഗ്രസ് പാർട്ടിയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നേതാജി സുഭാഷ് ചന്ദ്രബോസ് മത്സരിച്ച ഒരു സംഭവമുണ്ട്. പട്ടാഭി സീതാരാമൻ തോറ്റ സംഭവമുണ്ട്. അതിൽ പിന്നീട് മഹാത്മാഗാന്ധി പറഞ്ഞ സംഭവമുണ്ട്, ഇത് എന്റെ വ്യക്തിപരമായ പരാജയമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസിന്റെ എക്കാലത്തെയും ഇന്ന് മാത്രമല്ല, ഇന്ത്യ നിലനിൽക്കുന്ന കാലത്തോളം അഹിംസയുടെ, മനുഷ്യന്റെ ജീവിതത്തിന്റെ രാഷ്ട്രീയത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു 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 മഹാപുരുഷനായി മഹാത്മാഗാന്ധി ഇന്ത്യയിൽ എന്നും നിറഞ്ഞു നിൽക്കും. അതായത് അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയെ പ്രതിനിധീകരിച്ച് വന്നിട്ടുള്ള ഒരാളാണ്. കോൺഗ്രസ് പാർട്ടിയാണല്ലോ അദ്ദേഹത്തിന്റെ ജീവനെന്ന് ആത്മാവെന്നും പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു കോൺഗ്രസ് പാർട്ടിയെ സമ്പൂർണ്ണമായി ഇല്ലാതാക്കണമെന്ന് പറയുന്ന ഒരു പൊളിറ്റിക്കൽ അജണ്ട ആരുടെ ഭാഗത്തു നിന്നാണ് ഇന്ത്യയിൽ വർത്തമാനകാല ഇന്ത്യൻ രാഷ്ട്രീയത്തിലുള്ളത്? അത് BJPയുടെ പക്ഷത്ത് നിന്നാണ്, അത് RSSന്റെ പക്ഷത്ത് നിന്നാണ്. 2, ഇതിന് മുൻപ് ഇത് ആരുടെ പക്ഷത്ത് നിന്നായിരുന്നു? അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ പക്ഷത്ത് നിന്നായിരുന്നു. പക്ഷെ 1964-ൽ അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുക പിളർന്നതോടെ ഈ നിലപാടിൽ വലിയ വമ്പിച്ച തോതിലുണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. ഈ മാറ്റത്തിന്റെ ഭാഗമായാണ് ദേശീയ രാഷ്ട്രീയത്തിനകത്ത് തന്നെ നാഷണൽ ബൂർഷ്വാസി അല്ലെങ്കിൽ ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് ഐക്യ മുന്നണി എന്ന് പറയുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ സിനാരിയോ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്യപ്പെടുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിൽ അച്യുതമേനോന്റെ നേതൃത്വത്തിൽ വന്നിരിക്കുന്ന 70 മുതൽ 77 വരെ ഭരിച്ചിരിക്കുന്ന ഗവൺമെന്റ്. ആ 77 ശേഷം ഭരിച്ചിരിക്കുന്ന ഗവൺമെന്റ് ശരിക്കും തുടർഭരണം എന്ന് പറയുന്ന LDF ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ബഡായികൾ എത്രമാത്രം അപ്രസക്തവും അസംബന്ധവുമാണ് എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ആ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്നിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ 112 സീറ്റോളൊന്നും വാങ്ങിയിട്ട് അധികാരത്തിൽ വന്നതാരാന്ന് പറഞ്ഞാൽ CPI കോൺഗ്രസ് അല്ലെങ്കിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് മുന്നണിയാണ് അധികാരത്തിൽ വന്നത്. അതിന് പിന്നീട് ഗവൺമെന്റ് തുടർച്ചയുണ്ടായില്ല എന്നത് വേറെ വിഷയം. അത് ഒട്ടനവധി ജനാധിപത്യ വെറുതെ നിഷേധിക്കുന്ന വിഷയങ്ങൾ അതിനകത്ത് നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന കോൺഗ്രസ് പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് രൂപപ്പെട്ടിരിക്കുന്ന സംഭവത്തിന്റെ ഭാഗമാണത്. പക്ഷേ കോൺഗ്രസ് എന്നും ജനാധിപത്യത്തിന്റെ പക്ഷം നിൽക്കുന്നതിൽ ജാഗരൂകരായിരിക്കുന്ന ഒരു പാർട്ടിയാണ് കോൺഗ്രസ്. അതുകൊണ്ടാണ് കോൺഗ്രസിനകത്ത് പിളർപ്പുണ്ടായതും അടിയന്തരാവസ്ഥയുടെ വിഷയത്തിനകത്തും. ഈ വിഷയത്തിൽ ഇങ്ങനെ കാണാതെ കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ ജനാധിപത്യ മൂവ്മെന്റിനെ ഇന്ത്യയിൽ നിന്ന് എന്നേക്കുമായി അപ്രസക്തമാക്കണമെന്നും അപ്രസക്തമാക്കുക എന്നുള്ളതല്ല, അപ്രത്യക്ഷമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വലിയ സംവിധാനമാണ് ശരിക്കും RSS BJP ഇപ്പോ അഖിലേന്ത്യാ തലത്തിൽ പ്രചരിപ്പിക്കുന്ന സംഭവം. അവരുടെ രാഷ്ട്രീയ മോഹങ്ങളുടെ താല്പര്യത്തിന്റെ കുഴലൂത്തുകാരായി നിലവിൽ നിർഭാഗ്യവശാൽ അങ്ങനെ പറയേണ്ടി വരും, കേരളത്തിലെ മിക്കവാറും മീഡിയകൾ CPIMന്റെ അനുഗ്രഹാശിസുകളോടെ പ്രവർത്തിക്കുന്നു എന്നതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. പിന്നെ ഇതിനകത്ത് നമ്മൾ ഒരു തിരിച്ചറിയേണ്ടിയിരിക്കുന്ന വളരെ ഗൗരവതരമായ ഒരു വിഷയമില്ലേ മിസ്റ്റർ നന്ദകുമാർ? ഇവരാരെങ്കിലും തീരുമാനിക്കുന്നതാണോ കോൺഗ്രസ് പാർട്ടിക്കകത്ത് നാളെ തീരുമാനിക്കുന്ന മുഖ്യമന്ത്രി? ഇവരാരുമല്ല. നമ്മളിപ്പോ ആരെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടു അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരാളെ അഭിപ്രായം പറഞ്ഞു, ഇതിന്റെ മുകളിൽ ചർച്ചയുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് വലിയ വായിൽ ചാനൽ ചർച്ചക്കകത്ത് നിന്ന് സംസാരിക്കുന്നതിനോട് സംഭവിക്കുന്ന ഒന്നെന്താ പറഞ്ഞാല് അതിന്റെ മേലെ റേറ്റിംഗ് അവർക്ക് കൂട്ടുകയോ ആ റേറ്റിംഗിന്റെ മേലെ അവർക്ക് പരസ്യം ലഭിക്കുകയോ ചെയ്യുമായിരിക്കും. പക്ഷേ വസ്തുതയും ഇതും തമ്മിൽ വല്ല ബന്ധവും ഉണ്ടാവും. പക്ഷെ ഇതിനകത്ത് രൂപപ്പെടുന്ന ഒരു ചോദ്യമുണ്ട്. എന്താ ചോദ്യം? ഒറ്റ ചോദ്യമാണ്. ഭരണം വരുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസ്സുകാർ തമ്മിലടിച്ചു തുടങ്ങി എന്നുള്ളതാണ്. ഇത് ആര് പറഞ്ഞതാണ്? ഞങ്ങൾ LDF പറഞ്ഞതാണ് എന്നുള്ളതാണ് ഇതിനകത്ത് വരുന്നൊരു സംഭവം. ഈ LDF പറഞ്ഞതാണെന്ന് പറഞ്ഞത് LDF അല്ല പറഞ്ഞത്, CPIM ആണ് ഈ സാധനം ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇതിനകത്തെ കീ പോയിന്റ് അല്ലെങ്കിൽ കോർ പോയിന്റ് എന്ന് പറഞ്ഞ സാധനം. ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നതിലാണ് ഇതിന്റെ അകത്തൊരു വലിയ വിഷയം. അതിനകത്ത് ഒരു വിഷയം മാത്രമേ ഉള്ളൂ. എന്താ വിഷയം എന്ന് പറഞ്ഞാല് അത് ജനാധിപത്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വിഷയം. ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ആവശ്യം ജനാധിപത്യവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ഇപ്പോ കോൺഗ്രസ് പാർട്ടിക്ക്, അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്, കോൺഗ്രസിന്റെ ഏറ്റവും ഗൗരവതരമായിരിക്കുന്ന പ്രശ്നം എന്താ പറഞ്ഞാൽ അതെന്നും പ്രശ്നവിരുദ്ധമായിരുന്നു. അതിൽ ജനാധിപത്യം എന്നത് അരാജകത്വത്തോളം പോകുന്ന ജനാധിപത്യം ഉണ്ടായിരിക്കുന്ന ഒരു സംഘടനാ സംവിധാനമാണ്, അയഞ്ഞ ജനാധിപത്യ സംഘടനാ സംവിധാനമാണ്. പക്ഷേ ഒരു വളരെ ഗൗരവതരമായിരിക്കുന്ന ഒരു ജനാധിപത്യ പ്രതിസന്ധി നേരിടുന്ന ഒരു ഘട്ടം ഉണ്ടാകുമ്പോൾ ആ ഘട്ടം കൃത്യമായി
കോൺഗ്രസ് എന്ത് ചെയ്യുന്നു? അതിന്റെ മറ്റെല്ലാവിധ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റി നിർത്തിക്കൊണ്ട് അത് ഒരു ജനാധിപത്യ വിരുദ്ധതയ്ക്കെതിരെ വരാവുന്ന ഒരു ജനാധിപത്യ മുന്നണിയുടെ നായക സ്ഥാനത്തിലേക്ക് അത് വരുന്നു എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രശ്നം. ഈ രാഷ്ട്രീയ പ്രശ്നത്തെ എതിർക്കുക എന്ന് പറയുന്ന ആരുടെ താല്പര്യമാണ്? അഖിലേന്ത്യാ തലത്തിൽ കോൺഗ്രസ് പാർട്ടിയുടെ നേതൃത്വത്തിൽ രൂപപ്പെട്ടു വരേണ്ടിയിരിക്കുന്ന ഒരു മുന്നണി സംവിധാനത്തെ എതിർക്കുക, തകർക്കുക എന്ന് പറയുന്നത് RSSന്റെയും പിന്നെ BJPയുടെയും രാഷ്ട്രീയ താല്പര്യം. ഇതേ രാഷ്ട്രീയ താല്പര്യമാണ് കേരളത്തിൽ അതൊക്കെ ഒരു CPM എന്നതിന്റെ മുന്നണി എന്ന് CPMന്റെ ലീഡർഷിപ്പ് എന്ന് പറഞ്ഞുകൂടാ. ഈ വിജയന്റെ നേതൃത്വത്തിൽ ഉണ്ടായിരിക്കുന്ന സംഘടനാ സംവിധാനം ചെയ്യുന്ന പണി ഇതാണ്. അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഇപ്പൊ നടക്കുന്ന ഈ സമരം എന്ന് പറയുന്ന സംഭവം എന്താ പറയാ, അത് വാസ്തവത്തിൽ ചായക്കൊപ്പയിലെ കൊടുങ്കാറ്റായി അടങ്ങുകയും ഈ മീഡിയക്കാർക്ക് വലിയ ഒരു വിഭവമായിട്ട് അത് മാറുമെന്നല്ല, അതിൽ കവിഞ്ഞ് വേറും സംഭവിക്കാല്ല. ഞാൻ ഇതിനകത്ത് തിരിച്ചാ ചോദിക്കാതെ, കണ്ണൂരിൽ നിന്നാണല്ലോ ഇപ്പൊ ഏറ്റവും വലിയ വെടിയില്ലാതെ പൊട്ടിയത്, ഒറ്റ തിരിച്ചാ ചോദിക്കാതെ. കണ്ണൂരിൽ SN കോളേജ് വന്നത് എങ്ങനെയാണ് മിസ്റ്റർ നന്ദകുമാർ? എങ്ങനെയാ SN കോളേജ് വന്നത്? തിരുവിതാംകൂറിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രമുഖ നേതാവായിരിക്കുന്ന R ശങ്കറിന് അവിടെ മത്സരിക്കാൻ കഴിയാത്തൊരവസ്ഥയിൽ കോൺഗ്രസിനകത്ത് അതിരൂക്ഷമായ തർക്കം ഉണ്ടായപ്പോ, ഞാൻ പറഞ്ഞ ആവർത്തിച്ചും ബോധ്യത്തോടും കൂടി പറഞ്ഞത്, അതിരൂക്ഷമായ തർക്കം ഉണ്ടായപ്പോ ആ തർക്കത്തിന് നമ്മൾ പരിഹാരം കാണാൻ എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ കണ്ണൂരിൽ നിന്ന് മത്സരിച്ചിട്ടാണ് R ശങ്കർ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാവുന്നത്. ആ R ശങ്കർ മുഖ്യമന്ത്രിയായതിന്റെ ഭാഗമായാണ് കണ്ണൂർ SN കോളേജ് ഉണ്ടായത്. വെള്ളാപ്പള്ളി നടത്തി ഓർമ്മിക്കേണ്ട സാധനമായി സാധനം. വെറുതെ ഈ വായിക്കു തോന്നെ കോതൊക്കെ പാട്ടുന്നവൻ രാജ്യം മുഴുവൻ തന്നെ എന്ത് അസംബന്ധവും വിളിച്ചു പറഞ്ഞ് മുഖ്യമന്ത്രിക്ക് ഓശാന പാടുന്നതല്ല ഒരു സാമുദായിക നേതാവിന്റെ ഒരു രാഷ്ട്രീയ ഉത്തരവാദിത്തം എന്ന് പറയുന്നത്. ഇതുപോലുള്ള അസംബന്ധമായ രാഷ്ട്രീയ ബോധ്യങ്ങൾ പ്രചരിപ്പിക്കുകയും പറയുകയും ചെയ്യുന്നതിന്റെ പണി ആരെടുക്കരുത്? വിഷ്വൽ മീഡിയാസ് ഒരിക്കലും എടുക്കരുത്. പട്ടംതാടുള്ള ഗവർണറായത് എങ്ങനെയാണ്? ഇതേ വിഷയത്തിന്റെ മേലെയല്ലേ? ഇതുപോലെ സംഘടനകളുടെ മേലെയല്ലേ? അപ്പൊ അതിനകത്തെല്ലാം വരുന്നൊരു വിഷയം എന്താ വെച്ചാൽ, കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു വലിയ ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണെന്നുള്ളത് കൊണ്ടാണ്. ഇനി നമ്മൾ പിന്നെ തിരിച്ചിട്ട് വേറൊരു രീതിയിലേക്ക് വരികയാണ്. CPIM-ഉം RSSനെയും രണ്ട് സംഭവത്തെ എടുക്കുക. ഈ രണ്ട് പാർട്ടികൾക്കകത്തും രണ്ട് സംഘടനാ രൂപങ്ങൾക്കകത്ത് ജനാധിപത്യം എന്ന് പറയുന്ന ഈ പിന്നെ വാക്കിന് എന്ത് അർത്ഥമാണുള്ളത്? CPM-നകത്ത് എന്ത് അർത്ഥമാണുള്ളത്? RSSന് എന്ത് അർത്ഥമുള്ളത്? ഇത് രണ്ടിനുമില്ല. ഇത് രണ്ടുമില്ലാത്ത ആളുകളുടെ അനുഗ്രഹാശിസോടുകൂടിയാണ് ഈ ചർച്ചകൾ മുഴുവൻ തന്നെ നടക്കുന്നത്. ഇതിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ബൈഫർഗേറ്റർമാരായി അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും വലിയ പ്രൊപ്പഗേറ്റർമാരായി ഈ വിഷ്വൽ മീഡിയാസ് മാറുന്നതാണ്. അവർക്ക് അതിന്റെ മുകളിൽ പരസ്യം കിട്ടുന്നുണ്ടാവും, കമ്മീഷൻ കിട്ടുന്നുണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ മുകളിൽ വലിയ പ്രോഫിറ്റ് അവർക്ക് കിട്ടുന്നുണ്ടാവും റേറ്റിംഗിന്റെ മേലെ. പക്ഷേ പൊതുജനത്തെ എന്ത് ചെയ്യരുതെന്ന് പറയും? പൊതുജനത്തെ ഈ രീതിയിൽ പ്രതിസന്ധിയിലാക്കുന്ന രീതിയിൽ ചർച്ച നയിച്ചു കൊണ്ടുപോകരുത്. അത് ഒരു എന്താ പറയാ പൗരബോധമുള്ള ഒരു മാധ്യമ പ്രവർത്തനത്തിന്റെ ഭാഗമേയല്ല, അതായിക്കൂടാ. ഇത് പലതവണയായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ പിന്നെ പലപ്പോഴായിട്ട് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടേണ്ടിയിരിക്കുന്ന ഒരു ഉത്തരം കിട്ടുന്നത് വരെ ഒരാളോട് ഒരു ചോദ്യം ചോദിക്കുക. അദ്ദേഹത്തിന്റെ ഒരു എന്താ പറയാ ചില പരിമിതികൾ കാരണം ചിലപ്പോൾ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു പോയേക്കാവുന്ന ഒരു സാധനം എടുത്തിട്ട് എന്ത് ചെയ്യുക? അതൊരു വലിയ വാർത്തയാക്കി പ്രസിദ്ധീകരിക്കുക. ഇങ്ങനെ വാർത്തയാക്കി പ്രസിദ്ധീകരിക്കുമ്പോൾ വരുന്നത് എന്താ പറയാ, തകരുന്നത് പൊതുജനാധിപത്യ ബോധത്തിന്റെ മനസ്സാണ് തകരുന്നത്, പ്രതീക്ഷയാണ് തകരുന്നത്. നിങ്ങൾ തകർക്കുന്നവൻ ആരുടെ പക്ഷത്താണ്? ആ തകർക്കുന്നവൻ ഫാസിസത്തിന്റെ പക്ഷം നിൽക്കുന്നവരാണ്, ജനാധിപത്യ വിരുദ്ധമായി ചിന്തിക്കുന്നവരാണവൻ. ഇതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ഞാൻ ഇതിനെ വേറൊരു രീതിയിലേക്ക് ഈ വിഷയത്തെ ഞാൻ നന്ദകുമാരോട് ഞാൻ പറയാം. ഇന്ത്യ ചൈന യുദ്ധം വന്നു. ഇന്ത്യ ചൈന യുദ്ധം വരുന്നതാണല്ലോ ഇന്ത്യയിലേക്ക് അഭിയുക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നെടുക വളരാനുണ്ടായിരിക്കുന്ന സാർവദേശീയ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ ഒരു പ്രധാനപ്പെട്ട ഘടകമായി വന്നത്. ആ ഒരു വിഷയം വളരെ ഗൗരവതരമായി വന്നപ്പോ EM ശങ്കരൻ നമ്പൂതിരിപ്പാടിന്റെ അന്നത്തെ പാർട്ടിയുടെ പിന്നീട് CPIM-ന്റെ നേതാവായി വന്നിരിക്കുന്നയാൾ പറഞ്ഞിരിക്കുന്ന ഗൗരവതരമായിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അവരുടേതും നാം നമ്മുടേതും എന്ന് പറയുന്ന പ്രദേശത്തിന് വേണ്ടിയാണ് ഈ യുദ്ധം നടക്കുന്നത്. അവരവരുടേതും നമ്മുടെ എന്ന് പറയുന്നത് ഈ പറയുന്ന വായ്നോക്കികളായിരിക്കുന്ന ഉൾപ്പെടെ ഈ പറയുന്ന പുതിയ തലമുറ, അന്നത്തെ ഒരു ഘട്ടത്തിൽ പറയുമ്പോൾ അന്ന പുതിയ തലമുറയിൽ പെട്ടിരിക്കുന്ന ഞാനടക്കം ഈ രാജ്യം മുഴുവൻ സംസ്ഥാനം മുഴുവൻ തന്നെ പ്രസംഗിച്ചു നടന്ന ആളാണ്. അവരവരുടേതും നമ്മുടേതും. അന്ന് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചെയർമാനായിരുന്ന S.A. ഡാങ്കെ ചോദിച്ചൊരു ചോദ്യമുണ്ട്. വാർത്താ സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുന്ന നമ്പൂരിപ്പാടിന്റെ മുഖത്ത് നോക്കി ചോദിച്ച ചോദ്യമാണ് ഒരിക്കൽ, മിസ്റ്റർ നമ്പൂരിപ്പാട്, വെരി ലൈസ്, നിങ്ങൾ എവിടെയാണുള്ളത്? വാട്ട് ഈസ് യുവർ പൊളിറ്റിക്കൽ സ്റ്റാൻഡ്? എക്സ്പ്ലെയിൻ ഇറ്റ്. പറഞ്ഞിട്ടില്ല, നമ്പൂരിപ്പാട് മറുപടി പറഞ്ഞിട്ടില്ല. ഇത് പറയാതിരിക്കുന്ന രീതിയിൽ ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അറിയോ? മീഡിയ കാണിക്കുന്ന ഏറ്റവും വലിയ എന്താ പറയാ അപരാധമാണ് ആ സാധനം എന്ന് പറഞ്ഞാൽ. രണ്ട് പുറവും കത്തിക്കുകയും രണ്ട് പുറവും പിടിച്ച് നടു നമ്മൾ കത്തിക്കുക എന്ന് പറയുന്ന പണിയാണ്. ഇത് ജനാധിപത്യത്തിന്റെ ഭാഗമേ അല്ല. ഇത്
ജനാധിപത്യത്തിന്റെ ഭാഗമേ അല്ല, അത് ഭാഗമാണെന്ന് ഒരിക്കലും തന്നെ ഒരു കാരണവശാൽ അത് പറഞ്ഞു. ഇപ്പൊ ഇങ്ങനെ ഈ EMSന്റെ ഈ നമ്മൾ തിരിച്ച് നമ്മൾ എടുക്കുക. EMSന്റെ ഈ സംഭവത്തിന്റെ പിന്തുടർച്ചക്കാരാവാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനകത്ത് ഒരാളുടെ പേര് പറയാമോ? നിങ്ങൾക്ക് എന്നോട് ഒരാളുടെ പേര് പറയാമോ? വിജയന് സാധ്യമാകുമോ? അത് സാധ്യമാകുമോ? ഗോവിന്ദന് സാധ്യമാകുമോ? ഡിവൈഫൈയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന് പറഞ്ഞത് ഏതോ ഒരു വിദ്വാനില് വസീഫിന് സാധ്യമാകുമോ? അത് സാധ്യമാകുമോ? ഇവിടെയുള്ള കണ്ണൂരുള്ള ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന വസീഫിന് KK രാജന് സാധ്യമാകുമോ? സാധ്യമാവില്ല. എന്താ കാര്യം എന്നറിയോ? ബൗദ്ധികമായി ആ ഒരു അർത്ഥത്തിലേക്ക് ഉയരാനോ വളരാനോ ശ്രമിക്കാത്തവരാണ് ഇവരെല്ലാവരും തന്നെ. പിന്നെ ഇവർക്ക് ആകെ ചെയ്യാവുന്ന പണി എന്താ? ഒരു പണി അറിയാം. സ്ഥിരമായി ഈ രീതിയിൽ ഉണ്ടായിരിക്കുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന് പറയാവുന്ന സംഭവത്തിന്റെ പ്രൊപ്പഗേറ്റർമാരായി പ്രവർത്തിക്കാവുന്ന മെഗഫോൺ മാത്രമാണ് ഇവരെല്ലാം. കേവലം മെഗഫോൺ. ഈ മെഗഫോൺ ആയിരിക്കുന്ന ആളുകൾ ചെയ്യുന്ന പണി എന്താണ്? ആ പ്രവൃത്തി ജനാധിപത്യ വിരുദ്ധതയാണ്. ഇനി ഞാൻ ഈ കോൺഗ്രസിന്റെ അകത്ത് ഗംഭീരമായിട്ട് അടി നടക്കുന്നു, നാളെ നടക്കുന്നതിന് പറയുന്നില്ലേ? തിരിച്ച് ഞാൻ ചോദിക്കുകയാണ്, കണ്ണൂർ ജില്ലയിൽ നിന്നൊരു ടി കെ ഗോവിന്ദ മാഷ് ചളിപ്പറമ്പിൽ സ്ഥാനാർത്ഥിയായത് അല്ലെ? 25 കാൽ നൂറ്റാണ്ടുകാലം ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിന്റെ ഹിസ്റ്ററിക്കകത്തുണ്ടാവില്ല അങ്ങനെ ഒരു പേര്. 25 വർഷക്കാലത്തോളം 2 ഏരിയ കമ്മിറ്റികളുടെ ഭാഗമായി പാർട്ടി സെക്രട്ടറിയായി ജോലി ചെയ്തിരിക്കുന്ന ആളാണ് ഈ ടി കെ ഗോവിന്ദ മാഷ്. അത്രയും കാലം അയാൾ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റിന്റെ ഭാഗവുമാണ്. ഇത്രയേറെ അനുഭവ സമ്പത്തുള്ള ഒരു കേരളം നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? അദ്ദേഹം എന്തുകൊണ്ടാണ് നിലവിലുള്ള പാർട്ടി സംഘടനാ സംവിധാനത്തിനെതിരെ അയാൾ തെരഞ്ഞെടുപ്പിൽ ഗോതയിൽ ഇറങ്ങിയത്? വിജയൻ മറുപടി പറയണ്ടേ? ഇവരെല്ലാം വിട്, ഈ രാജേഷെല്ലാം വിട്ടാൽ ഒഴിവാക്കിക്കളാ. അതൊന്നും അത് കാട്ടാ സാധനങ്ങളാ, അതൊന്നും പറയേണ്ട കാര്യങ്ങളൊന്നുമല്ല. ഇത് ഒരു വേള ഗോവിന്ദനെ ഒഴിവാക്കി. ഗോവിന്ദനത് പറയാൻ കഴിവൊന്നും ഉണ്ടാവില്ല. പക്ഷെ വിജയൻ പറയണ്ടേ? ഇത് തൊട്ടപ്പുറത്തെ കോൺസ്റ്റിറ്റ്യുവൻസി ആയിരിക്കുന്ന പയ്യന്നൂർ കോൺസ്റ്റിറ്റ്യുവൻസി, അതിനകത്ത് വരുന്നതാണ് കറപ്ഷനുമായി ബന്ധപ്പെട്ട വിഷയം ഉന്നയിച്ചിട്ട് മാത്രമാണ്. ഒരു പ്രത്യക്ഷാത്ത പ്രശ്നവും അദ്ദേഹം ഉന്നയിച്ചില്ല. പക്ഷേ ഈ പറയുന്ന കറപ്ഷൻ ഉണ്ടാവുന്നത് എന്തുകൊണ്ട് എന്ന് പറയുന്നത് പ്രത്യക്ഷാത്ര വിഷയമുണ്ട്. ആ വിഷയം അദ്ദേഹം ഉന്നയിച്ചിട്ടുണ്ട്. ആ ഉന്നയിച്ചിരിക്കുന്ന കുഞ്ഞികൃഷ്ണന്റെ വിഷയം വരുന്നു. ഇത് രണ്ടും കഴിഞ്ഞാൽ പിന്നെ ദൂരത്തോടേക്ക് പോയി കഴിഞ്ഞാൽ വരുന്നു ഇവിടെ ആലപ്പുഴ ജില്ലയിൽ G സുധാകരൻ വരുന്നു. ഇത്രയും വലിയ കലാപം കോൺഗ്രസ് പാർട്ടിക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇങ്ങനെ ഈ ചർച്ചയിൽ പങ്കെടുത്ത് വലിയ വായാടോ വലിയ പ്രഖ്യാപിക്കുന്ന ഉഗ്രപ്രതാപികളായിരിക്കുന്ന ആൾക്കാരില്ലേ? ഇത്തരം സംഭവങ്ങളെ അഡ്രസ് ചെയ്യാതെ നിങ്ങളെന്ത് ചെയ്യാണ്? കോൺഗ്രസ് പാർട്ടിക്കകത്ത് നിരന്തരമായി ഇത്തരത്തിലുണ്ടാക്കുന്ന അധികാര തർക്കങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്നറിയോ? അത് BJP ഉയർത്തുന്ന രാഷ്ട്രീയ താല്പര്യത്തെ കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറയാവുന്ന ഒരു പൊളിറ്റിക്സിനെ അതിസമർത്ഥമായി ഇംപ്ലിമെന്റ് ചെയ്യാൻ CPM എന്ന് പറയുന്ന സാധനത്തെ ചട്ടുകമാക്കി ഉപയോഗിക്കുന്ന ബിരിയാണി ചെമ്പല് ചട്ടുക മാത്രമായിട്ട് ഈ ഗോവിന്ദനും വിജയനും മാറുകയാണ് ചെയ്ത്. ഇതിനകത്ത് വേറൊരു മണ്ണാങ്കട്ടി ഈ സംഭവത്തെ ഈ ചർച്ചക്കകത്ത് ഇല്ല എന്നാണ് പലപ്പോഴും എനിക്ക് തോന്നിയത്. അതുകൊണ്ട് സത്യത്തിൽ എന്താ പറഞ്ഞാൽ ഈ രീതിയിലല്ല ഈ ഒരു വിഷയത്തെ സമീപിക്കേണ്ടത്. എന്തുകൊണ്ടാണ് ഈ സാധനം വന്നത്? ഇതാണ് പിന്നീട് ഒരു ചോദ്യം. വിജയൻ ഒറ്റ വിഷയം മാത്രമേ ഉള്ളൂ. പാർട്ടി ആരുടെ കയ്യിൽ വരണം? പാർട്ടി തന്റെ കയ്യിൽ വരണം. തന്റെ കയ്യിൽ വരുത്താൻ വിജയൻ നടത്തിയിരിക്കുന്ന എല്ലാ ശ്രമത്തിന്റെയും ഭാഗമായി വിജയൻ പറയുന്ന രീതിയിലുള്ള ജനാധിപത്യമേ ഉള്ളൂ. കാരണം ഞാൻ പറയുന്ന ജനാധിപത്യം നിങ്ങൾ അംഗീകരിക്കണം എന്നുള്ളതാണ്. ഈ പറയുന്ന രീതി അംഗീകരിക്കില്ല. കോൺഗ്രസ് പാർട്ടി അതിന്റെ ചരിത്രപരമായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ പോലും അത് അംഗീകരിച്ചിട്ടില്ല. അത് ഫാസിസമാണ്. ഇതാണ് ഇതിനകത്ത് വെല്ലുവിളിക്കുന്ന വിഷയം. അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ അഭിപ്രായങ്ങൾ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അത് ജനാധിപത്യപരമാണ്. ഈ ജനാധിപത്യപരമായിരിക്കുന്ന ഒരു സംവിധാനത്തെ കൃത്യമായി ഉപയോഗിച്ചു കഴിഞ്ഞാൽ ജനാധിപത്യപരമായി തന്നെ പരിഹരിക്കാനുണ്ടായിരിക്കുന്ന മെക്കാനിസവും ജനാധിപത്യ സംഘടനാ സംവിധാനത്തിൽ ഉണ്ടായിരിക്കും. പക്ഷേ അതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്ത്, അതോടൊപ്പം തന്നെ ഒരു RSSനകത്ത്, കേഡർ സ്വഭാവമുള്ള സംവിധാനത്തിനകത്ത് ഇതുണ്ടാവില്ല. RSSനകത്ത് വളരെ ഭീകരമാണത്. ഒരു തരത്തിലുണ്ടായിരിക്കുന്ന വിഷയങ്ങൾ പോലും പുറത്തുമില്ല. പഴയ കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുമില്ല. ഇപ്പൊ ഞാൻ തിരിച്ചിങ്ങളോട് ഒരു സംഭവം കൂടി ഞാൻ പറയട്ടെ. ഈ പറയുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി 3ാം തവണ ഈ മുഖ്യമന്ത്രി ആവണ്ട എന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി പ്രപ്പോസ് ചെയ്തു എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാകുന്ന സൂചനകൾ. അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെ വരുമ്പോ ആര് ആവണം? നമുക്ക് എന്തുകൊണ്ട് ഒരു വനിതയെ നമുക്ക് അന്വേഷിച്ചുകൂടാ എന്നൊരു ചോദ്യം, ഒരു സംശയമാണ്, ഒരു നിർദ്ദേശം വെക്കുകയാണ്. ആ നിർദ്ദേശം എന്ന് മാത്രം അതിനപ്പുറത്ത് ആരെ പേരും പറഞ്ഞു, ഒരാളെ പേരും പറഞ്ഞിട്ടില്ല. സെൻട്രൽ കമ്മിറ്റിക്കകത്ത് ഇദ്ദേഹം ഉണ്ട്. വനിത സ്ഥാനാർത്ഥിയായി അവര് മുഖ്യമന്ത്രി ആവാനുള്ള സാധ്യതയുള്ളയാളും ഈ കമ്മിറ്റിക്കകത്തുമുണ്ട്. കണ്ണൂരിൽ നിന്നുള്ള ആള് തന്നെയാണ്. അപ്പൊ അത് വരുമ്പോഴെന്തായി? ചർച്ചയൊന്നും ആവാതെ ആ ചർച്ച അവിടെ അവസാനിച്ചു. ആരും അതിന്റെ പിന്തുടർച്ചക്കാരായി അല്ലെങ്കിൽ അത് ആരും ഏറ്റുപിടിക്കാത്തതിനാൽ ആദ്യം ചെയ്ത പണിയെന്ന ഒറ്റ പണിയാണ് എടുത്തത്.
ശൈല ടീച്ചറെ പട്ടണത്ത് മത്സരിക്കേണ്ട തീരുമാനിച്ചു. എന്നിട്ട് അവരെന്ത് ചെയ്തു? പിന്നെ ഇവിടത്തേക്ക് പിന്നെ പേരാവൂരേക്ക് പറഞ്ഞയച്ചു. ഇത് പറഞ്ഞേക്കുന്നതോടുകൂടി എന്തായി തീർന്നു? പാർട്ടി സംഘടനാ സംവിധാനത്തോട് സംഭവം ഇല്ലാതായി തീർന്നു. ഇല്ല, ഈ ഇല്ലാതാവുന്ന സംഭവത്തിന്റെ വാട വെച്ചുകൊണ്ടാണ് നിങ്ങളെന്ത് പറയുന്നത്? നിങ്ങൾ ഇതിനകത്ത് മുഖ്യമന്ത്രിയുടെ സംഭവത്തിന് നമ്മൾ തർക്കമാണെന്ന് പറയുന്നത്. വിജയൻ മുഖ്യമന്ത്രി ആവേണ്ടതില്ല എന്ന് പാർട്ടി സെൻട്രൽ കമ്മിറ്റി നിർദ്ദേശം വെച്ചു എന്നാണ് ലഭ്യമാകുന്ന, ഞാൻ ആവർത്തിക്കുക, ലഭ്യമാകുന്ന സൂചനകൾ. വിജയൻ ഒരിക്കലും തന്നെ മുഖ്യമന്ത്രി 3ാം തവണ ആകുമായിരുന്നില്ല. മൂന്നാം തവണ ഇയാൾ തോൽക്കുമോ എന്നുള്ളത് മാത്രമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടിരിക്കുന്ന വിഷയം. ഈ ധർമ്മട നിയോജക മണ്ഡലത്തിൽ ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അത്ഭുതപ്പെടാനുമില്ല. ഇനി അഥവാ പാസ്സായാൽ അത് 210 മാർക്ക് വാങ്ങിയിട്ട് SLC പാസ്സായിരിക്കുന്ന ഒരു കുട്ടിയുടെ ദുർഗതിയുമായിരിക്കും അദ്ദേഹത്തിന് ഉണ്ടാവുക. നിങ്ങൾ അടിവരിട്ടാണോ വെച്ചോ? അടിവരിട്ട് വെച്ചോ. 210 മാർക്ക് വാങ്ങി പാസ്സായിരിക്കുന്ന SLC കുട്ടിയുടെ ജാല്യതയിൽ ബ്ലിംഗ തരത്തിലായിരിക്കും അദ്ദേഹം പാസ്സാകുകയും ചെയ്യുക. അതുപോലും പലപ്പോഴും അതുകൊണ്ടാണ് MP ജയരാജൻ പറഞ്ഞത് പിന്നെ മുഖ്യമന്ത്രിയുടെ മണ്ഡലവും വളരെ അദ്ദേഹം അങ്ങനെ അങ്ങനെയല്ലേ പറയുള്ളൂ, ഒരു മണ്ഡലവും അങ്ങനെ സുരക്ഷിതമായ മണ്ഡലമാണെന്ന രീതിയിൽ ഞങ്ങൾ പരിഗണിക്കാറില്ല. അതുകൊണ്ട് മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിലും വളരെ ശക്തമായിരിക്കുന്ന പോരാട്ടമാണ്. എന്തിന്റെ മേലെ വരുന്ന പോരാട്ടമാണ്? ജനാധിപത്യവും ജനാധിപത്യ വിരുദ്ധതയും തമ്മിലുള്ള പോരാട്ടമാണ് സത്യത്തിൽ ഇവിടെ നടന്നത്, ഈ പറയുന്ന പിന്നെ ധർമ്മടത്ത് നടന്നത്. ഇതുപോലെ തന്നെയാണ് കേരളത്തിലെ 140 നിയോജക മണ്ഡലത്തിലും CPM-മായി മത്സരിക്കുന്ന മുഴുവൻ സ്ഥലങ്ങളിലും ജനാധിപത്യവും ജനാധിപത്യ വിരുദ്ധതയും തമ്മിൽ നടക്കുന്ന മത്സരമാണ്. ഇത്തരം ഒരു വലിയൊരു യാഥാർത്ഥ്യം മുമ്പിൽ നിൽക്കവെയാണ് എന്ത് പറയുന്നതെന്നറിയോ? ഈ കോൺഗ്രസ് പാർട്ടിക്കകത്ത് ഈ ഇല്ലാത്തൊരു വിഷയം ഉണ്ടാക്കി തീർത്ത്, ഇത് ശരിക്കും ഉണ്ടാക്കി തീർത്തത് വലിയൊരു കേരളത്തിലെ ഒരു വലിയ വിഷ്വൽ മീഡിയയാണ്. ഈ സാധനം വളരെ ബോധപൂർവ്വം ഉണ്ടാക്കി തീർക്കുകയും അത് അവതരിപ്പിക്കുകയും ചെയ്യുക. അത്തരം അവതരിപ്പിച്ച് കൊണ്ടുവരുമ്പോൾ എന്തായി തീർന്നു? എന്തായത്? KPCCയുടെ പ്രസിഡന്റ് മത്സരിക്കുന്ന മണ്ഡലത്തിൽ പോയി നിങ്ങൾ മത്സരിച്ച് ജയിച്ചു പോവാൻ ആര് പറയാണ്? CPM-ന്റെ സെക്രട്ടേറിയറ്റ് തീരുമാനിക്കുന്നു എന്നാണ് പിന്നീട് വാർത്തകൾ വഴി നമ്മൾ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ശൈല ടീച്ചർ ഇടത്തേക്ക് പിന്നെ പെട്ടി കിടക്കിയെടുത്തിട്ട് ഇടത്തേക്ക് പോകുന്നത്. ശൈല ടീച്ചർ പേരാവൂരേക്ക് പോകുന്നത്. ടീച്ചറുടെ വളർച്ചയുടെ ഒരു പ്രധാനപ്പെട്ടിരിക്കുന്ന ഘടകം കൂടിയായിരുന്നല്ലോ ഈ പറയുന്ന പേരാവൂർ. അവിടെ പോകുന്നു, തോൽക്കുമെന്ന് 100% ഉറപ്പത്. അത്തരം ഒരു മത്സരത്തിനകത്ത് പങ്കെടുത്തു കഴിഞ്ഞാൽ ഞാൻ ദയനീയമായി പരാജയപ്പെടുമെന്ന്, ഞാൻ അവിടെ മത്സരിക്കില്ല എന്ന് പറയാൻ മാത്രമുള്ള ധൈര്യം പോലും ഇല്ലാത്ത വിധത്തിൽ അവരെന്ത് ചെയ്യാണ്? അവരെ നിസ്സഹായാക്കുക. എന്നിട്ട് പറയാ ഇത് വലിയ ജനാധിപത്യ സ്വഭാവമുള്ള പാർട്ടിയാണെന്ന് പറയാ. ഈ സാധനം ആര് പറയുക? ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ഒരാളും പറയൂല. എന്നിട്ട് പറയാണ് കോൺഗ്രസിനകത്ത് ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഞാൻ ആവർത്തിച്ച് പറയുന്ന സാധനം എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് നടക്കുന്നു പറയുന്ന ഒരു വിഷയം എന്താണ്? അത് കോൺഗ്രസ് പാർട്ടിയുടെ പിറവിയുടെ ഭാഗമായി തന്നെ സംഭവിക്കുന്ന വളരെ ജൈവികവും സ്വാഭാവികവുമായിരിക്കുന്ന പ്രക്രിയയാണ്. അതിൽ കവിഞ്ഞ വേറെ ഒരു അത്ഭുതവും അതിനകത്ത് പിന്നെ സംഭവിക്കില്ല എന്നാ പറയുന്നത്. ഇനിയിപ്പോ നമ്മള് പിന്നെ ഇതിന് ഒരു കൺക്ലൂഷൻ പോയിന്റ് ഞാൻ പറയാം. ഈ പാർട്ടിയെ പറ്റി ഒരു ചുക്കും അറിയില്ലടോ. ഇത് പറഞ്ഞാരാണ്? ഈ കേരളത്തിലെ മുഖ്യമന്ത്രി ആയാൽ പാർട്ടി സെക്രട്ടറി ആയപ്പോ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ പറഞ്ഞത്. ഒരു ചുക്കും അറിയില്ല. ഇവിടെ എല്ലാ ചുക്കും ഞാൻ വിളിച്ചു പറഞ്ഞ ഒരൊറ്റ ആളാ ഇപ്പോൾ കേരളത്തിൽ ആരാ? അത് പിന്നെ ഗോവിന്ദൻ മാഷാണ് അല്ലേ? DK തളിപ്പറമ്പിലെ ഗോവിന്ദന്മാട് മുഴുവൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ഇനി എന്താണ് ഒളിച്ചു വെക്കാൻ? നിങ്ങൾക്ക് എന്താണ് ഈ ഒളിച്ചു വെക്കാനുള്ളത്? ഏത് ജനാധിപത്യത്തെ മൂടി വെച്ചുകൊണ്ടാണ് നിങ്ങൾ ഇപ്പൊ സംസാരിക്കുന്നത്? ഏത് ജനാധിപത്യത്തെ മൂടി വെച്ചാണ് സംസാരിക്കുന്നത്? ഒരു സംഭവത്തെയും മൂടി വെക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് നീ പറയുന്ന CPIM-നകത്ത് ജനാധിപത്യം വികസിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്റെ ഫലം എന്താണെന്നറിയോ? അത് 2026 തിരഞ്ഞെടുപ്പിന്റെ റിസൾട്ടോടുകൂടി 5 വർഷക്കാലം മാക്സിമം ആ സാധനം നിന്നെങ്കിൽ നിൽക്കും. ഇല്ലെങ്കിൽ എന്താ പറയാ? അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്യപ്പെടും. അത് കോൺഗ്രസ് പാർട്ടിക്കകത്ത് മുഖ്യമന്ത്രിയുടെ വിഷയത്തെ കുറിച്ച് ചർച്ചയുണ്ടാക്കുകയും ആ ചർച്ചയുടെ ഭാഗമായി നാളെ പിന്നെ ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഇല്ലാതായി പോകുമെന്ന് ആലോചിക്കുന്ന ചിന്ത വാസ്തവത്തിൽ അതൊരു RSS ഓറിയന്റഡ് ചിന്തയാണ്. ആ RSS ഓറിയന്റഡ് ചിന്ത ദേശാഭിമാനിയിലൂടെ, CPM-ലൂടെ, ഗോവിന്ദനിലൂടെ, വിജയനിലൂടെ പ്രചരിപ്പിക്കപ്പെടുന്നത് ഇവിടുത്തെ മീഡിയയുടെ താല്പര്യമാകുമ്പോൾ അത് തീർച്ചയായും അത് ജനാധിപത്യ വിരുദ്ധതയുടെ ഭാഗമാണെന്ന് തന്നെയാണ് എന്റെ വ്യക്തിപരമായിരിക്കുന്ന അഭിപ്രായം. മിസ്റ്റർ നന്ദകുമാർ. ഓക്കെ, താങ്ക് യു.